Health. Absence of disease or illness is called health. ഹെൽത്ത് ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥയോ ശാരീരികമായ ആവശ്യതകളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്തിന് WHO പറയുന്ന മറ്റൊരു ഡെഫിനിഷനാണ് ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽ ബീയിങ്, നോട്ട് മെയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ്. അതായത് വെറും രോഗത്തിൽ നിന്ന് മുക്തമായി എന്നുള്ളത് കൊണ്ട് മാത്രം ഹെൽത്തായി എന്നുള്ളതല്ല, മറിച്ച് ഫിസിക്കലി, മെന്റലി ആൻഡ് സോഷ്യലി ഒരാൾ നന്നായിരിക്കണം. അതാണ് ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സേഫ്റ്റി. സേഫ്റ്റിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്റ്റേ അലേർട്ട് ഫോർ എവറി ടാസ്ക് യു ഡു. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മൾ ജാഗരൂകരായിരിക്കുക. അതാണ് സേഫ്റ്റി ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ഡെഫിനേഷൻ ആബ്സെൻസ് ഓഫ് റിസ്ക് ഓഫ് സീരിയസ് പേഴ്സണൽ ഇഞ്ചുറി. മറ്റൊരു പ്രധാനപ്പെട്ട ഡെഫിനേഷനാണ് ദ കണ്ടീഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഇൻ വിച്ച് all employees understand the causes of accident and taking precautions to prevent it. That is what is called safety. അതായത് വെറും പേഴ്സണൽ ഇഞ്ചുറിയിൽ നിന്നും ഇവിടെ റിസ്ക് ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ എല്ലാ വർക്കേഴ്സിനും എന്തെല്ലാമാണ് ആക്സിഡന്റ്, അവ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനെ ചെറുത്തു നിൽക്കാൻ എന്തൊക്കെ ആവശ്യമാണ് എന്നതിനെ കുറിച്ചുള്ള ബോധ്യമുള്ള ഒരവസ്ഥയാണ് സേഫ്റ്റി ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസ്ക്. Risk is equal to probability into severity. Risk is the combination of probability of a harm to occur and severity of the harm. അതായത് എത്രത്തോളം ഒരു ഹാം നടക്കാൻ വേണ്ടി സാധ്യതയുണ്ട്, ആ ഹാം എത്രത്തോളം രൂക്ഷമായിരിക്കും, അതാണ് റിസ്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഹാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡ്വേഴ്സ് ഹെൽത്ത് എഫക്റ്റ് ടു പീപ്പിൾ ഓർ ലോസ് ഓഫ് പ്രോപ്പർട്ടി. ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാവുന്നതോ എക്കണോമിക് പരമായിട്ടോ എന്തെങ്കിലും ലോസസ് വന്നേക്കാവുന്ന കാര്യങ്ങളെയാണ് ഹാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൽഫെയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്സസ് ടു ബേസിക് ഫെസിലിറ്റീസ്. അതായത് ബേസിക് ഫെസിലിറ്റീസ് ആയ വാട്ടർ വേണം, അല്ലെങ്കിൽ ചേഞ്ചിങ് റൂം വേണം, സാനിറ്ററി ഫെസിലിറ്റീസ് വേണം, വാഷ്റൂം വേണം, ടോയ്ലറ്റ് വേണം എന്നുള്ള ആവശ്യങ്ങളൊക്കെയാണ് വെൽഫെയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇൻസിഡന്റ്. എനി അൺപ്ലാൻഡ് ആൻഡ് അൺവാണ്ടഡ് ഇവന്റ് ബട്ട് നത്തിങ് ഹാപ്പൻഡ് ഇറ്റ്സ് കാൾഡ് ഇൻസിഡന്റ്. അതായത് ഒരു പ്ലാൻ ചെയ്യാത്തതും നമുക്ക് ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരു സംഭവം ഒരു സൈറ്റിൽ നടക്കുന്നതിനെ നമ്മൾ ഇൻസിഡന്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഫാളിംഗ് ഓഫ് എ ബ്രിക്ക് ഇൻ എ കൺസ്ട്രക്ഷൻ സൈറ്റ്. നമ്മളൊരു സിറ്റുവേഷൻ കരുതുക, നമ്മളിപ്പോൾ ഒരു സ്കഫോൾഡിങ്ങിന്റെ മുകളിൽ, സ്കഫോൾഡിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വരുന്ന വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ഹൈറ്റിൽ വർക്ക് നടക്കുകയാണ്, അവിടെ നിന്ന് ഒരു ബ്രിക്ക് അല്ലെങ്കിൽ ഒരു ഇഷ്ടിക താഴോട്ട് വീണു, പക്ഷേ ആർക്കും ഒരു അപകടവും ഒന്നും സംഭവിച്ചില്ല, ജസ്റ്റ് ഒരു ഇൻസിഡന്റ് സംഭവിച്ചു. ഇതിനെയാണ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് നിയർ മിസ്, an unwanted unplanned sequence of events that had the potential to result in a loss but didn't result any kind of loss whatsoever. അതായത് ഒരു അൺവാണ്ടഡും അൺപ്ലാൻഡും ആയിട്ടുള്ള സീക്വൻസ് ഓഫ് ഇവന്റ്സ്, അവ ഒരു ലോസിന് കാരണമായേക്കാം, പക്ഷെ ഇപ്പോൾ അതൊരു ലോസിന് കാരണമായിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഫാളിംഗ് ഓഫ് എ ബ്രിക്ക് ഇൻ ഫ്രണ്ട് ഓഫ് എ വർക്കർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈറ്റിൽ നിന്ന് ഒരു ബ്രിക്ക് താഴോട്ട് വീഴാണ്, അതിപ്പോൾ ഒരു വർക്കറിന്റെ തൊട്ട് മുമ്പിലോട്ടാണ് വീഴുന്നത്. അതായത് അയാൾ ജസ്റ്റ് രക്ഷപ്പെട്ടു, നമുക്ക് അവിടെ ലോസസ് ഒന്നും സംഭവിച്ചില്ല. അതാണ് നിയർ മിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് മിസ് അങ്ങനെ വേണമെങ്കിൽ പറയാം. എ നിയർ മിസ് കുഡ് ബി ആൻ ആക്സിഡന്റ് ടുമോറോ, റിപ്പോർട്ട് ആൾ നിയർ മിസ്സസ്. അതായത് ഓരോ നിയർ മിസ്സും നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഓരോ നിയർ മിസ്സും നാളെ അത് ഒരു ആക്സിഡന്റ് ആയേക്കാം, അതുകൊണ്ട് തന്നെ ഓരോ നിയർ മിസ്സും നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും റെക്കോർഡ് ചെയ്യപ്പെടുകയും വേണം. ഇത് ഓരോ സേഫ്റ്റി ഓഫീസറുടെയും ഡ്യൂട്ടിയാണ്. അടുത്ത ടേം എന്ന് പറയുന്നത് ആക്സിഡന്റ്, an unwanted unplanned sequence of events which results loss of any kind, that is injury to people, damage to equipment or environmental loss. അതായത് അൺവാണ്ടഡും അൺപ്ലാൻഡും ആയിട്ടുള്ള സീക്വൻസ് ഓഫ് ഇവന്റ്സ് നടന്നു, അതുകൊണ്ട് നമുക്കൊരു ലോസ് ഉണ്ടായി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫാളിംഗ് ഓഫ് എ ബ്രിക്ക് ഓൺ എ വർക്കേഴ്സ് ഹെഡ്, അതൊരു വർക്കറുടെ തലയിൽ വീണ് കഴിഞ്ഞാൽ അവിടെ ഇഞ്ചുറി ഉണ്ടായി, അതായത് ലോസ് ഉണ്ടായി. വേറെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഒരു കെമിക്കൽ ലീക്കായി അത് അടുത്തുള്ള ഒരു പോണ്ട് അല്ലെങ്കിൽ ഒരു കുളത്തിൽ അതിൻ്റെ അംശം കലർന്നു,
അത് അതിലുള്ള വെള്ളത്തിന് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാക്കി, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇക്കോസിസ്റ്റത്തെ ബാധിച്ചു. അതും ഒരു ആക്സിഡൻ്റ് ആണ്. ഹസാർഡ്, സംതിങ് ദാറ്റ് ഹാവ് ദ പൊട്ടൻഷ്യൽ ടു കോസ് ഹാം ഓർ ഡാമേജ്. ഹാമോ ഡാമേജോ ഉണ്ടാക്കാൻ കഴിവുള്ള ഏതൊരു സംഭവത്തിനെയും നമ്മൾ ഹസാർഡ് എന്ന് പറയുന്നു. അതൊരു പക്ഷേ സബ്സ്റ്റൻസ് ആവാം, കണ്ടീഷൻ ആവാം, ആക്ട് ആവാം, സോഴ്സ് ആവാം. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി സോഴ്സ് ഓഫ് പവർ ആണ്, പക്ഷേ അതൊരു ഡാമേജിന് കാരണമായേക്കാം, ഇലക്ട്രിക് ഷോക്കിന് കാരണമായേക്കാം. അപ്പോൾ ഹസാർഡ്സ് എന്ന് പറയുന്നത് നമുക്ക് സൈറ്റിൽ നിന്ന് ഒരിക്കലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമ്മൾ വർക്ക് തന്നെ നടക്കാതെ പോകാം. അപ്പോൾ ഇലക്ട്രിസിറ്റി കൊണ്ട് നിന്നാലോ ചിലപ്പോൾ നമുക്ക് ഷോക്ക് ഏൽക്കാം. അപ്പോൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവയെ കൺട്രോൾ ചെയ്യാണ് വേണ്ടത്. ഏത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കോഴ്സിന്റെ ഉദ്ദേശവും ഹസാർഡിനെ കണ്ടെത്തുക അല്ലെങ്കിൽ ഹസാർഡിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഓരോ സേഫ്റ്റി ഓഫീസറുടെയും ലക്ഷ്യം. ഈ ഹസാർഡ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഹെൽത്ത് ഹസാർഡ്സും ഉണ്ട്, സേഫ്റ്റി ഹസാർഡ്സും ഉണ്ട്. ഇതിലെ ഹെൽത്ത് ഹസാർഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹെൽത്ത് ഹസാർഡ്സ് എന്നാൽ ക്യാൻ കോസ് ഒക്യുപ്പേഷണൽ ഡിസീസ് ഓർ ഹെൽത്ത് ഡിസീസ്. അതായത് നമ്മുടെ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാവുന്ന ഹസാർഡ്സിനെയാണ് ഹെൽത്ത് ഡിസീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഹസാർഡ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഫിസിക്കൽ ഹെൽത്ത് ഹസാർഡ്സ്. ഇതിന് കാരണമായേക്കാവുന്നത് റേഡിയേഷൻ, വൈബ്രേഷൻ, നോയ്സ്, എക്സ്ട്രീംസ് ഓഫ് ടെമ്പറേച്ചർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ റേഡിയേഷൻ എടുക്കാം. ഈ റേഡിയേഷൻ കൊണ്ടിട്ട് നമുക്ക് മ്യൂട്ടേഷൻ വരെ സംഭവിക്കാം. അതുപോലെ തന്നെ വൈബ്രേഷൻ നോക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരാൾ വൈബ്രേറ്റിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് ഒരു ബിൽഡിങ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സമയം അതേ ജോലി തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളെ നെർവസ് സിസ്റ്റത്തിനെ വരെ ബാധിക്കാം. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു വലിയ ഡെസിബിലുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അയാളുടെ കേൾവി ശക്തിനെ ബാധിക്കാം. അതുപോലെ തന്നെ എക്സ്ട്രീം ടെമ്പറേച്ചർ വളരെ കുറവും, ക്രയോജനിക് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ വളരെ ഹൈ ആയി കഴിഞ്ഞാൽ അത് നമ്മളെ ടച്ചിങ് സെൻസിറ്റിവിറ്റി വരെ ബാധിക്കാൻ ഇടയാക്കും. അടുത്തതാണ് കെമിക്കൽ ഹെൽത്ത് ഹസാർഡ്സ്. ഇതിന് കാരണമായേക്കാവുന്നത് ലെഡ്, മെർക്കുറി, ആസിഡ്സ്, സിമെന്റ് ഡസ്റ്റ് ഇതുപോലുള്ള കെമിക്കൽസ് കൊണ്ട് നമുക്ക്, ഇപ്പോൾ സിമെന്റ് ഡസ്റ്റ് ആണെങ്കിൽ നമുക്ക് ആസ്മ, ആസിഡ്സ് വെച്ചിട്ടാണ് നമുക്ക് പൊള്ളല്, മെർക്കുറി ഒക്കെ പോയിസൺസ് ആണ്. അതുകൊണ്ട് ഇവ മൂലം ഉണ്ടാകുന്ന ഹസാർഡ്സിനെ നമുക്ക് കെമിക്കൽ ഹസാർഡ്സിന്റെ കാറ്റഗറിയിൽ പെടുത്താം. നെക്സ്റ്റ് വൺ ഈസ് ബയോളജിക്കൽ ഹെൽത്ത് ഹസാർഡ്സ്. വൈറസ്, ഫംഗസ്, ഇൻസെക്ട്സ്, ആനിമൽസ് എക്സെട്ര. അതായത് ജീവനുള്ള എന്ത് സാധനങ്ങളിൽ നിന്നും നമുക്ക് ഹാം അഥവാ ഹസാർഡ്സ് സംഭവിക്കുകയാണെങ്കിൽ അത് ബയോളജിക്കൽ ഹെൽത്ത് ഹസാർഡ്സിൽ വരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ COVID-19 അത് നോക്കുകയാണെങ്കിൽ അതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ, ഇൻസെക്ട്സ്, തേനീച്ച, മറ്റു മൃഗങ്ങളിൽ നിന്നുള്ള ഹെൽത്ത് ഹസാർഡ്സ് എല്ലാം ഇതിൽ പെടുന്നു. അടുത്തതാണ് എർഗണോമിക് ഹെൽത്ത് ഹസാർഡ്സ്. ഇതിൽ വരുന്ന സംഭവമാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സിമെന്റ് ചാക്ക് ഏറ്റി കൊണ്ടുപോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ആ ജോലി ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഫെറ്റീഗ്, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ ഇപ്പോൾ ഒരു കൺവെയറിൽ നിന്ന് മറ്റൊരു കൺവെയറിലോട്ട് സാധനം എടുത്തു വെക്കുകയാണ്. അപ്പോൾ ട്വിസ്റ്റിംഗ് ചെയ്തുകൊണ്ടായിരിക്കും അയാൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇയാൾക്ക് ശാരീരികമായ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇതെല്ലാം എർഗണോമിക് ഹെൽത്ത് ഹസാർഡ്സിൽ വരുന്നു. അടുത്തതാണ് സൈക്കോളജിക്കൽ ഹെൽത്ത് ഹസാർഡ്. ഇതിൽ പെടുന്നതാണ് സ്ട്രെസ്, വയലൻസ് തുടങ്ങിയവ. ഇതെല്ലാം സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഹെൽത്ത് ഹസാർഡ്സിൽ ഉൾപ്പെടുന്നു. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സേഫ്റ്റി ഹസാർഡ്സ്. These are hazards that are capable of causing immediate physical injury. Immediate physical injuryക്ക് കാരണമായേക്കാവുന്ന ഹസാർഡ്സിനെയാണ് സേഫ്റ്റി ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഒരു സൈറ്റിൽ ഒരുപാട് സേഫ്റ്റി ഹസാർഡ്സ് നടക്കും. അതിൽ കുറച്ച് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. വർക്ക് അറ്റ് ഹൈറ്റ് എന്നുള്ളതാണ് സേഫ്റ്റി ഹസാർഡ് കണ്ടീഷൻ. വർക്ക് അറ്റ് ഹൈറ്റിൽ നിന്നൊരു ബ്രിക്ക് താഴോട്ട് വീഴുന്നത് അത് ഒരു ഇൻസിഡന്റ് ആണ്. ഞാൻ പറയുന്നത് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂവിങ് പാർട്സ് ഓഫ് മെഷീനറി. ഒരു മെഷീന് മൂവിങ് പാർട്സ് ഉണ്ട്, അത് നമ്മൾ കൈ കൊണ്ടുപോയി തൊട്ടു, നമ്മളെ കൈയിന് ഇഞ്ചുറിഡ് ആയി, അതാണ് ഹാം. അതുപോലെ തന്നെ മൂവിങ് വെഹിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ വെഹിക്കിൾസ് നമ്മൾ കൂട്ടിയെടുക്കുക അല്ലെങ്കിൽ ഒരാളുമായിട്ട് കൂട്ടിയെടുക്കുക, അതൊരു ഇൻസിഡന്റ് ആണ്. മൂവിങ് വെഹിക്കിൾസ് ആണ് ഇവിടുത്തെ സേഫ്റ്റി ഹസാർഡ്. അതുപോലെ തന്നെ സ്റ്റേക്കിംഗ് മെറ്റീരിയൽസ് പ്രോപ്പറായിട്ട് സ്റ്റേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് വീണ് ആക്സിഡന്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇവിടുത്തെ സേഫ്റ്റി ഹസാർഡ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ സോഴ്സ് ആണ്. അതാണ് ഇവിടുത്തെ സേഫ്റ്റി ഹസാർഡ്. അത് പക്ഷെ അതിന് ഇപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് നമുക്കൊരു ഷോക്ക് ഏറ്റു, അതാണ് ഇത് ഹാം. അതുപോലെ തന്നെ ഫയർ, എക്സ്പ്ലോഷൻ.
Important certifications of safety. First one, NABOS, National Examination Board in Occupational Safety and Health. ഇത് 1979 സ്ഥാപിതമായ UK ബേസ്ഡ് സർട്ടിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ IOSH, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. ഇത് 1945 സ്ഥാപിതമായ UK ബേസ്ഡ് സർട്ടിഫിക്കേഷൻ ആണ്. നെബോഷും അയോഷും കമ്പയർ ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റിന് കൂടുതൽ വാല്യൂ ലഭിക്കുന്നത് നെബോഷിനായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാനും നെബോഷ് സർട്ടിഫിക്കറ്റിനാണ് ചാൻസ് കൂടുതൽ. അടുത്തതാണ് OSHA, ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഇതൊരു US ബേസ്ഡ് സർട്ടിഫിക്കേഷൻ ആണ്. 1971 സ്ഥാപിതമായതാണിത്. നെക്സ്റ്റ് വൺ ഈസ് ISHM, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് മാനേജ്മെന്റ്. ഇത് 1966 സ്ഥാപിതമായ ഒരു US ബേസ്ഡ് സർട്ടിഫിക്കേഷൻ ആണ്.